നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് UDF വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നടത്തി. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഒളമറ്റം പെരുക്കോണി റെസിഡൻസ് അസോസിയേഷനും കേരള പോലീസ് എക്സൈസ് വകുപ്പുകളും സംയുക്തമായി ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി 2 വീലർ റാലി സംഘടിപ്പിച്ചു. ന്യൂമാൻ കോളേജ് NCC ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യു റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ആയുർവേദത്തിന്റെ കരുത്തിൽ സിബിച്ചിനും വാജ്യസിനും പുതുജീവിതം. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് UDF വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. UDF ചെയർമാൻ PM ഇല്യാസ് അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം DCC ട്രഷറർ ഇന്ദു സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് UDF വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. വണ്ണപ്പുറം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നിന്നും പ്രകടനത്തോടെയാണ് സമര പരിപാടി ആരംഭിച്ചത്. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനം കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ വർഷം 7,746 കോടി രൂപ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ബഡ്ജറ്റിൽ വകയിരുത്തിയതാണ്. എത്ര ചെലവാക്കിയിട്ടുണ്ട്? മറുപടി പറയാം. മൂന്ന് ഗഡുക്കളായി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ട്രഷറി ബാൻ ഏർപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം പരിശോധിച്ചപ്പോൾ 1000 കോടി രൂപയുടെ ബില്ലുകൾ പേ ചെയ്യാതിരിക്കുക ബാൻ ഏർപ്പെടുത്തുക. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് UDFിൻ്റെ കാലത്ത് 15% വെച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ 9 വർഷമായ ഒരു 5% കൂടുതൽ വർധനമില്ല. ഇത് വർധനമുണ്ടെന്ന് പറഞ്ഞാലത് കൊടുക്കുന്നുമില്ല. അപ്പോൾ ഈ വികസനത്തെ സംബന്ധിച്ചുള്ള പ്ലാനിങ്ങും അതിൻ്റെ നടത്തിപ്പും അവതാളത്തിലാക്കിയിരിക്കുകയാണ്. UDF ചെയർമാൻ PM ഇല്യാസ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ ബേബി വട്ടക്കുന്നേൽ സ്വാഗതം ആശംസിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, സണ്ണി കളപ്പുര, PU ഷാഹുൽ ഹമീദ്, ജിജോ ജോസഫ്, ബിജു MA, ഷൈനി റെജി, ഷൈനി സന്തോഷ്, അനിൽ പയ്യാനിക്കൽ, MT ജോണി, ലത്തീഫ് ഇല്ലിക്കൽ, അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, തോമസ് വണ്ടാനം, സജി തടത്തിൽ, മൊയ്തു കുനിയിൽ, KK രവി, PB ഷെരീഫ്, ബെസ്സി ഉറുമ്പാട്ട്, ഷാജി ഉഴുന്നാലിൽ, രാമകൃഷ്ണൻ വൈക്കത്ത്, സെബാസ്റ്റ്യൻ കൊച്ചടിവാരം, CP അശോകൻ, സജി കണ്ണമ്പുഴ, CN വിജയൻ, സത്യദാസ് ജോസഫ്, PB ഷെരീഫ്, TK ഹംസ, റഷീദ് തോട്ടുങ്കൽ, സുബൈദ സുബൈർ, റഹീമ പരീദ്, ഇസബല്ല ജോഷി, PU ബഷീർ, സലീം നാദാപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനം DCC ട്രഷറർ ഇന്ദു സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നടത്തി. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മുട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശരത് ജി റാവു മുഖ്യപ്രഭാഷണവും ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കയാസ് EK വിഷയാവതരണവും നടത്തി. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ,
മുട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജോയ് ജോൺ ഉൾപ്പെടെ നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി റാലിയും നടത്തി. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യ കേരളം, മുട്ടം CHC എന്നിവയുടെ നേതൃത്വത്തിൽ ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മുട്ടം പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാനിർഭരമായ ഭാവി, കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിത കരങ്ങളിൽ, പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്നതാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിനാചരണ സന്ദേശം. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി മുട്ടം കോർട്ട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് മുട്ടം ബസ് സ്റ്റാൻഡിൽ സമാപിച്ച റാലി മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ടാബ്ലോ, സൈക്ലിംഗ്, സ്കേറ്റിംഗ്, കളരി അഭ്യാസ പ്രകടനങ്ങൾ, നാസിക് ഡോൾ, ആശാ വോളണ്ടിയർമാർ റാലിക്കായി തയ്യാറാക്കിയ ഫ്ളാഗ് എന്നിവ റാലിയിൽ ശ്രദ്ധേയമായി. നഴ്സിംഗ് കോളേജ് മുട്ടം, എഞ്ചിനീയറിംഗ് കോളേജ് മുട്ടം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴും പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ ചൈൽഡ് ബർത്തിലും കുറേ ആളുകൾ മരിക്കുന്നുണ്ട്. ഇന്ത്യയിലും ചെറിയ തോതിലാണെങ്കിലും ആ പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഇതിലെല്ലാം കേരളം ഒരു ഉയർന്ന നിലവാരമുണ്ട്. എങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണമാണ് ഇവിടെ ഈ പരിപാടിയിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരിക്കുന്നത്. പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശരത് ജി റാവു മുഖ്യപ്രഭാഷണവും ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഖയാസ് AK വിഷയാവതരണവും നടത്തി. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ, മുട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജോയ് ജോൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈജ ജോമോൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അരുൺ പുച്ചുക്കുഴി, ബ്ലോക്ക് മെമ്പർ NK ബിജു, ഗ്ലോറി പൗലോസ്, ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ റെൻസി സുരേഷ്, റെജി ഗോപി, മാത്യു പാലംപറമ്പിൽ, HMC അംഗം അഗസ്റ്റിൻ കദളിക്കാട്ട്, ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ വിപിൻ കുമാർ, മുട്ടം CHC ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിൻസ് K മറ്റം, ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നുള്ള ജീവനക്കാർ, മുട്ടം CHCയിലെയും കീഴ് സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ജീവനക്കാർ, ആശാപ്രവർത്തകർ, വിവിധ സന്നദ്ധ സംഘടനകൾ, ജനപ്രതിനിധികൾ, നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുട്ടം. ഒളമറ്റം പെരുക്കോണി റെസിഡൻസ് അസോസിയേഷനും കേരള പോലീസ് എക്സൈസ് വകുപ്പുകളും സംയുക്തമായി ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി 2-വീലർ റാലി സംഘടിപ്പിച്ചു. ന്യൂമാൻ കോളേജ് NCC ക്യാപ്റ്റൻ പ്രജീഷ് C മാത്യു റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലിയോടനുബന്ധിച്ച് കുട്ടികളുടെ ഫുട്ബോൾ ജേഴ്സിയുടെ വിതരണ ഉദ്ഘാടനം ബർസാർ ഫാദർ ബെൻസൺ നിരവത്തിനാൽ നിർവഹിച്ചു. സമാപന സമ്മേളനം വാർഡ് കൌൺസിലർ മിനി മധു ഉദ്ഘാടനം ചെയ്തു. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തെ പ്രതിനിധീകരിച്ച അഞ്ജിത സന്തോഷിനെ ആദരിച്ചു. തുടർന്ന് ഫുട്ബോൾ ടീമിന്റെ ഉദ്ഘാടനം പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി നിർവഹിച്ചു. ഒളമറ്റം പെരുക്കോണി റെസിഡൻസ് അസോസിയേഷനും കേരള പോലീസ് എക്സൈസ് വകുപ്പുകളും സംയുക്തമായി കുഞ്ഞേ നിനക്കായി എന്ന പദ്ധതിയുടെ ഭാഗമായി ലഹരി മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനോടനുബന്ധിച്ച് 2-വീലർ റാലി സംഘടിപ്പിച്ചു. ന്യൂമാൻ കോളേജിൽ നിന്നും ആരംഭിച്ച ടൗൺ ചുറ്റി മാരിക്കലിങ്കിൽ സമാപിച്ച റാലി ന്യൂമാൻ കോളേജ് NCC ക്യാപ്റ്റൻ പ്രജീഷ് C മാത്യു ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലിയോടനുബന്ധിച്ച് കുട്ടികളുടെ ഫുട്ബോൾ ജേഴ്സിയുടെ വിതരണോദ്ഘാടനം ബർസാർ ഫാദർ ബെൻസൺ നിരവത്തിനാൽ നിർവഹിച്ചു. മാരിക്കലിങ്കിൽ സമാപിച്ച റാലിയോടനുബന്ധിച്ചുള്ള സമാപന സമ്മേളനം വാർഡ് കൌൺസിലർ മിനി മധു ഉദ്ഘാടനം ചെയ്തു. ഈ യുവതലമുറയെ ഏറ്റവും കൂടുതലായിട്ട് ഒരു വിഭാഗത്തെ തന്നെ ഈ നമുക്കറിയാവുന്നതാണ്, മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോൾ. അപ്പൊ അതിൽ നിന്നെല്ലാം ഒരു മോചനം, ഒരു തിരിച്ചറിവ് നേടാൻ ഇന്നത്തെ ഈ നമ്മളുടെ ഈ പ്രതികൂല സാഹചര്യത്തിലുള്ള ഈ റാലി ഉപകരിക്കട്ടെ എന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും ഇന്നിവിടെ കൂടിയ കുട്ടികൾക്കെല്ലാം അതിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു നല്ല മാർഗങ്ങൾ തിരിച്ചറിയാനും ലഹരിക്ക് അടിമപ്പെടാതിരിക്കാനും സാധിക്കട്ടെ. പെരുക്കോണി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഹേമരാജ് KR അധ്യക്ഷത വഹിച്ചു. പോലീസ് ഇൻസ്പെക്ടർ NS റോയ് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ ബിൻസാദ് CM സമകാലീന തൊടുപുഴയുടെ ലഹരി ഭീഷണിയെക്കുറിച്ച് പ്രസംഗിച്ചു. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തെ പ്രതിനിധീകരിച്ച അഞ്ജിത സന്തോഷിനെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് TC രാജു തരണിയിൽ ആദരിച്ചു. ഫുട്ബോൾ ടീമിന്റെ ഉദ്ഘാടനം പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ നിർവഹിച്ചു. ട്രാക്ക് തൊടുപുഴ പ്രസിഡന്റ് TM ശശി,
ഷാജൻ പോൾ, ട്രാക്ക് സെക്രട്ടറി സെബാസ്റ്റ്യൻ മാത്യു, വ്യാപാരി വ്യവസായി സെക്രട്ടറി നവാസ് AK, മനോരമ റിപ്പോർട്ടർ ജോ മാത്യു എന്നിവർ പ്രസംഗിച്ചു. റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി അബി PN നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ സോക്കർ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ സമ്മർ ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചു. ഒളിമ്പ്യൻ വിസ്മയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ദേശീയ താരവും ഇന്ത്യൻ ആർമി താരവുമായ അനന്തുരാജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ PS സലിംകുട്ടി, അമൽ VR, രാഹുൽ S, ടിബിൻ ജോസഫ്, അഭിജിത്ത് KM, അനന്തു ജോസഫ് എന്നിവർ പങ്കെടുത്തു. ഏപ്രിൽ 10 വരെ സമ്മർ ക്യാമ്പിലേക്ക് കുട്ടികളെ എടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അരുവിത്തറ വെല്ലിച്ചൻ മലയിലേക്ക് വിശ്വാസികളുടെ തിരക്ക്. വലിയ നോമ്പിൽ ഇവിടേക്ക് നിരവധി വിശ്വാസികളാണ് ഒഴുകിയെത്തുന്നത്. അരുവിത്തറ സെന്റ് ജോർജ് പള്ളിക്ക് എതിർവശത്തായുള്ള മലനിരയിലാണ് സ്ലീവാ പാത ഒരുക്കിയിരിക്കുന്നത്. 40-ാം വെള്ളി, ദുഃഖവെള്ളി ദിവസങ്ങളിൽ എല്ലാ വർഷവും വിശ്വാസികളുടെ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു. മലമുകളിൽ പള്ളിയും അതുപോലെ യേശുവിന്റെ കല്ലറ ഒരുക്കിയിരിക്കുന്ന ഗുഹയും വല്യച്ചൻ മലയുടെ സവിശേഷതയാണ്. ക്രൈസ്തവരുടെ 50 നോമ്പ് കാലത്ത് കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലുവാൻ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അരുവിത്തുറ വെല്ലിച്ചൻ മല. അരുവിത്തുറ സെന്റ് ജോർജ് പള്ളിക്ക് എതിർവശത്തുള്ള മലനിരയിലാണ് സ്ലീവാ പാത ഒരുക്കിയിരിക്കുന്നത്. ഫാദർ തോമസ് ഓലിക്കൽ ഇവിടെ വികാരിയായി പ്രവർത്തിച്ച കാലഘട്ടത്തിലാണ് ഇതിന്റെ നിർമ്മാണം നടന്നത്. 1-ാം സ്ഥലം മുതൽ 14-ാം സ്ഥലം വരെ പ്രാർത്ഥന ചൊല്ലിപ്പോകുന്നത് ഒരു മാനസിക അനുഭൂതി തന്നെയാണ്. ശാന്തമായ പ്രകൃതിയാണ് ഇവിടുത്തെ പ്രത്യേകത. സ്ലീവാ പാതയിൽ ഉടനീളം ഔഷധ വൃക്ഷങ്ങൾ ഉൾപ്പെടെ വിവിധ വൃക്ഷങ്ങൾ തണലേകുന്നു. അതുപോലെ കുരിശിന്റെ വഴിയിലെ ദൃശ്യങ്ങൾ മനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. കരിങ്കല്ല് പാകിയ പാതയിലൂടെയുള്ള കാൽനട യാത്ര വിശ്വാസികൾക്ക് പ്രാർത്ഥന അനുഭവം നൽകുന്നു. മലമുകളിൽ നിന്നുള്ള മനോഹര ദൃശ്യങ്ങളും മനസ്സിനും ശരീരത്തിനും ആശ്വാസം പകരുന്നു. മലമുകളിൽ പള്ളിയും അതുപോലെ യേശുവിന്റെ കല്ലറ ഒരുക്കിയിരിക്കുന്ന ഗുഹയും വെല്ലിച്ചൻ മലയുടെ സവിശേഷതയാണ്. വലിയ നോമ്പിൽ ഓരോ ദിവസവും നിരവധി വിശ്വാസികളാണ് ഇവിടേക്ക് വരുന്നത്. 40-ാം വെള്ളി, ദുഃഖവെള്ളി ദിവസങ്ങളിൽ വിശ്വാസികളുടെ തിരക്ക് അനുഭവപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, അരുവിത്തുറ. ആയുർവേദത്തിന്റെ കരുത്തിൽ സിബിച്ചിനും വാജ്യസിനും പുതുജീവിതം. കോതമംഗലം നങ്ങേലിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന അനാശ്രിത ന്യൂറോ റീഹാബിലിറ്റേഷന്റെ സമന്വയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചലനമില്ലാതെ കിടപ്പിലായിരുന്ന ഇരുവരും പക്ഷാഘാതം പരിചര്യയുടെ ഭാഗമായി നടന്നു തുടങ്ങി. ഇരുവരുടെയും ആശുപത്രിയിൽ നിന്നുള്ള യാത്രയയപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങ് നങ്ങേലിൽ ചാരിറ്റബിൾ പ്രസിഡന്റും MDയുമായ ഡോക്ടർ വിജയൻ നങ്ങേലി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ ഷിബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ചികിത്സയ്ക്ക് നേതൃത്വം കൊടുത്ത ഡോക്ടർമാരെയും ടീം അംഗങ്ങളെയും മറ്റ് ജീവനക്കാരെയും ആന്റണി ജോൺ MLA അനുമോദിച്ചു. കോതമംഗലം നങ്ങേലിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന അനാശ്രിത ന്യൂറോ റീഹാബിലിറ്റേഷന്റെ സമന്വയമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി 1 വർഷം മുൻപ് മരത്തിൽ നിന്നും വീണ് ചലനമില്ലാതെ കിടപ്പിലായിരുന്ന കോട്ടപ്പടി സ്വദേശി സിബിച്ചൻ, 2 വർഷം മുമ്പ് നടന്ന ബൈക്ക് ആക്സിഡന്റിനെ തുടർന്ന് ചലനമില്ലാതെ കിടപ്പിലായ മുടിക്കൽ സ്വദേശി വ്യാജ്യസ് എന്നിവരാണ് പക്ഷാഘാതം പരിചര്യയുടെ ഭാഗമായി നടന്നു തുടങ്ങിയത്. ഇരുവരുടെയും ആശുപത്രിയിൽ നിന്നുള്ള യാത്രയയപ്പിന്റെ ഭാഗമായി ഡോക്ടർ ഷിബു വർഗീസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ PRO നീതു KR സ്വാഗതം ആശംസിച്ചു. നങ്ങേലിൽ ചാരിറ്റബിൾ പ്രസിഡന്റും MDയുമായ ഡോക്ടർ വിജയൻ നങ്ങേലി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സിബിച്ചനെയും വാജ്യസിനെയും സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ചികിത്സയ്ക്ക് നേതൃത്വം കൊടുത്ത ഡോക്ടർമാരെയും അവരുടെ ടീം അംഗങ്ങളെയും മറ്റ് ജീവനക്കാരെയും ആന്റണി ജോൺ MLA അനുമോദിച്ചു. കോളേജിനെ സംബന്ധിച്ചാണെങ്കിലും ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ഈ രംഗത്ത് പ്രത്യേകിച്ച് ആയുർവേദം എന്നുള്ളത് പാരമ്പര്യമാണ്. മഹത്തായ പാരമ്പര്യത്തിന് ഉടമയാണ് പ്രിയപ്പെട്ട വിജയൻ ഡോക്ടർ.
ഡോക്ടറും ശിവ് ഡോക്ടറും അടങ്ങുന്ന ഈ രണ്ടുപേരും അവരോടൊപ്പം നിൽക്കുന്ന ടീം അംഗങ്ങൾ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. എല്ലാവരെയും കുറേ പേര് മുഖപരിചയവുമുണ്ട്, പക്ഷെ പേരൊന്നും എല്ലാവരുടെയും പറയാൻ കഴിയുകയില്ല. ഏതായാലും കോതമംഗലത്ത് നമ്മുടെ നെല്ലിക്കുഴി എന്ന ഈ ഗ്രാമപ്രദേശത്ത് ഇത്തരമൊരു ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടുപേരും പൂർണ്ണമായ ചലനമറ്റ നിലയിൽ കഴിഞ്ഞിരുന്ന രണ്ട് സുഹൃത്തുക്കളെയാണ് ഇത്തരത്തിലുള്ള ഒരു നിലയിലേക്ക് ഇപ്പം മാറ്റിയിട്ടുള്ളത്. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ഒരു 3 മാസം കൂടി കഴിയുമ്പോൾ സാധാരണ നിലയിലേക്ക് മാറാൻ കഴിയുന്ന നിലയിൽ ഇവർക്ക് ആ നിലയിൽ എത്തിച്ചേരുമെന്ന് വളരെ കുറച്ച് വിശ്വാസത്തോടുകൂടിയിട്ടാണ് ഡോക്ടർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. യോഗത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ പി.വി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിനോയ് ഭാസ്കരൻ, നങ്ങേലിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മെമ്പർ എം.എസ്. ശിവൻകുട്ടി എന്നിവർ ആശംസകൾ അറിയിച്ചു. പൊതുജീവിതത്തിലേക്ക് കടക്കുന്ന വാജിസിനും സിബിച്ചനും അനുമോദനങ്ങൾ അറിയിച്ചു. ആർഎംഒ ഡോക്ടർ നവീന സുഭാഷ്, ഫിസിയോതെറാപ്പിസ്റ്റ് രമ്യ ജോസ്, പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് മനോജ് സി.ടി, ഹൗസ് സർജൻ ഡോക്ടർ മനു രാജ്മോഹൻ, ഡോക്ടർ ഐശ്വര്യ പ്രഭു എന്നിവർ പ്രസംഗിച്ചു. സിബിച്ചനും വാജിസും അവരുടെ കുടുംബാംഗങ്ങളും ഹോസ്പിറ്റലിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിച്ചു. സ്റ്റുഡന്റ് കൗൺസിൽ ചെയർപേഴ്സൺ ബേസിൽ ബേബി പോൾ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PM മുഹമ്മദ് സബീർ മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി പേർ പങ്കെടുത്തു. കേരള സർക്കാരിന്റെ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ഉന്നത വിദ്യാഭ്യാസമുള്ള യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ജോബ് സ്റ്റേഷനിൽ നിന്ന് കേരളത്തിലെവിടെയും ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് വർക്കി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾക്ക് ജോബ് സ്റ്റേഷനിലൂടെ തൊഴിൽ നൽകി സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശമനുസരിച്ച് നമ്മൾ വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിലും ജോബ് സ്റ്റേഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിനും ഒരു പ്രത്യേകമായിട്ട് രീതിയിലുള്ള ജോബ് ജനകീയമായിട്ട് തന്നെ നമുക്ക് തുടങ്ങേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഒത്തിരിയേറെ ഉദ്യോഗാർത്ഥികൾ തൊഴിലവസരം നഷ്ടപ്പെട്ട് തൊഴിലില്ലാത്ത ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് ഒരു ട്രെയിനിങ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി തന്നെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ജോലിയും കണ്ടെത്തി നൽകുന്നതിനുള്ള ജോബ് പരിപാടികൾ നമ്മൾ ആരംഭിക്കുന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PM മുഹമ്മദ് സബീർ മുഖ്യ പ്രഭാഷണം നടത്തി. സാബു TJ പദ്ധതി വിശദീകരണം നടത്തി. ആശംസ അറിയിച്ചുകൊണ്ട് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആലീസ് വർഗീസ്, ജെസ്സി ജോസഫ്, സാന്ദ്രാമോൾ ജിന്നി, ഡോളി സുനിൽ, ജെസ്സി ജോസഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ബ്രാൻഡഡ് ടയറുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഇടമാണോ നിങ്ങൾ തേടുന്നത്? എങ്കിൽ നിങ്ങൾക്കായി ടയർ ഡെസ്റ്റിനേഷൻ പ്രവർത്തനം ആരംഭിച്ചു. വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിൽ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിക്ക് എതിർവശത്തായി ആരംഭിച്ചിരിക്കുന്ന ടയർ ഡെസ്റ്റിനേഷനിൽ ബ്രാൻഡഡ് യൂസ്ഡ് ടയറുകളുടെ വൻ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. ബ്രാൻഡുകളുടെ യൂസ്ഡ് ടയറുകളുടെയും അലോയ് മറ്റ് അനുബന്ധ ആക്സസറീസിന്റെയും ഏറ്റവും വലിയ കളക്ഷനുകളുമായി ടയർ ഡെസ്റ്റിനേഷൻ പ്രവർത്തനം ആരംഭിച്ചു. വെങ്ങല്ലൂർ കൊലാനി ബൈപ്പാസ് റോഡിൽ അഹല്യ ഹോസ്പിറ്റലിന് എതിർവശത്താണ് ടയർ ഡെസ്റ്റിനേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. മൂവാറ്റുപുഴയിലും എറണാകുളത്തും പ്രവർത്തിക്കുന്ന ടയർ ഡെസ്റ്റിനേഷന്റെ 3ാമത്തെ ബ്രാഞ്ചാണ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചത്. സയ്യിദ് നിയാസ് തങ്ങൾ അൽ ഹൈദ്രൂസി ആലുവ, അലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ KM മൂസ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, ജനറൽ സെക്രട്ടറി CK നവാസ് എന്നീ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സയ്യിദ് സൈഫുദ്ദീൻ അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് നിയാസ് തങ്ങൾ അൽ ഹൈദ്രൂസി ആലുവ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ എന്നിവർ ടയർ ഡെസ്റ്റിനേഷന് ആശംസകൾ അർപ്പിച്ചു. തൊടുപുഴക്കാർക്ക് വില കുറഞ്ഞ രീതിയിൽ ടയർ വാങ്ങാൻ പറ്റിയൊരു പുതിയ കടയാണ് ടയർ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ് തൊടുപുഴ കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിൽ തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഞങ്ങൾ തൊടുപുഴക്കാരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്.
വലിയ വില കൂടിയ ടയർ വാങ്ങാൻ പറ്റാത്ത ധാരാളം ആളുകൾ, സാധാരണ കച്ചവടക്കാർ, ടാക്സി ഡ്രൈവേഴ്സ്, സാധാരണ ആളുകൾക്കെല്ലാം ഒരു ഉപകാരപ്രദമായ ഒരു കടയാണ് ടയർ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ നൂഹിൻ്റെയും നിഷാദിൻ്റെയും പേരിൽ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നമ്മുടെ നിഷാദും നൂഹും കൂടി ഇവിടെ ഒരു ടയറിൻ്റെ കട ഇങ്ങനെ ആരംഭിക്കുന്നത്. പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇത് നാട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ ടയർ ലഭിക്കുന്നതിനും നല്ല രീതിയിൽ വിശ്വാസയോഗ്യമായ രീതിയിൽ ടയർ ലഭിക്കുന്നതിനും മറ്റും വളരെ പ്രയോജനപ്രദമായ ഈ സംരംഭത്തിന് സകലവിധ വിജയാശംസകളും നേരുന്നു, വിജയഭാവുകങ്ങളും നേരുന്നു. സർവശക്തനായ തമ്പുരാൻ എല്ലാവിധ അനുഗ്രഹവും ചെയ്ത് ഈ സ്ഥാപനത്തെ ഈ ഉത്തരോത്തരം വളർത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രമുഖ ബ്രാൻഡുകളുടെ യൂസ്ഡ് ടയറുകൾ മിതമായ വിലയിൽ ടയർ ഡെസ്റ്റിനേഷനിൽ ലഭിക്കും. മുതൽ 20% വരെ മാത്രം ഉപയോഗിച്ച ടയറുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ദീർഘകാലം ടയറുകൾ ഉപയോഗിക്കുവാൻ സാധിക്കും. ഓൾട്ടോ മുതൽ പ്രീമിയം കാറുകളുടെ വരെ ടയറുകൾ ലഭ്യമാണെന്നും ടയർ ഡെസ്റ്റിനേഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു എന്നും മാനേജ്മെന്റ് അറിയിച്ചു. ബംഗളൂരു കോലാനി ബൈപ്പാസിൽ അഹല്യ ഹോസ്പിറ്റലിന് മുമ്പിലാണ് നമ്മുടെ ടയർ ഡെസ്റ്റിനേഷൻ സ്ഥാപനം ഇന്നേക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ മൂന്നാമത്തെ സ്ഥാപനമാണത്. എറണാകുളം മരട് ന്യൂക്ലിയസ് മാളിന് ഓപ്പോസിറ്റും മൂവാറ്റുപുഴ പിഴക്കാപ്പള്ളിയിലുമാണ് നമ്മുടെ മറ്റ് സ്ഥാപനങ്ങൾ ഉള്ളത്. നമ്മളിവിടെ ഉള്ളത് യൂസ്ഡ് ടയറുകളാണ്. ആൾട്ടോ മുതൽ അങ്ങ് BMW, ബെൻസ് പോലത്തെ പ്രീമിയം കാറുകളുടെ എല്ലാ ടയറുകളും ഇവിടെ ലഭ്യമാണ്. യൂസ്ഡ് ടയർ എന്ന് പറഞ്ഞാൽ ഒരു 80-90% വരെ ത്രെഡുള്ള യൂസ്ഡ് ടയറാണ്. നല്ല ക്വാളിറ്റി ടയറാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 2 months വരെ നമുക്ക് ഫുൾ വാറണ്ടിയിലാണ് ടയർ ഇവിടെ വിൽക്കുന്നത്. എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും ഇവിടെ ലഭ്യമാണ്. ഗുഡിയർ, മിഷലിൻ, ബ്രിഡ്ജിസ്റ്റോൺ, യോക്കോഹോമ അതുപോലുള്ള എല്ലാ യൂസ്ഡ് നല്ല ബ്രാൻഡഡ് ടയറുകൾ നമുക്ക് ലഭ്യമാണ്. ഇത് ഇത്ര വില കുറച്ച് കിട്ടാനുള്ള കാരണം വെച്ചാൽ ഇത് ജസ്റ്റ് യൂസ്ഡ് ടയറാണ്. ജസ്റ്റ് യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു 80-90% വരെ ബട്ടണുള്ള ടൈപ്പ് ടയറുകളാണ്. എല്ലാവരുടെയും എല്ലാ സഹകരണവും പ്രതീക്ഷിച്ചുകൊള്ളും. പാച്ചുകളില്ലാത്ത 80%-ലധികം ത്രെഡുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടയറുകളാണ് ടയർ ഡെസ്റ്റിനേഷനിൽ ലഭിക്കുന്നത്. റീപ്ലേസ് ഗ്യാരണ്ടിയും ഓൾ ഇന്ത്യ പാഴ്സൽ സർവീസ് സൗകര്യവും ലഭ്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരവുമായി PNB വെൽനസ് സെന്റർ മുട്ടം സിബിഗിരി പള്ളിക്ക് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ PJ ജോസഫ് MLA PNB വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജസ്റ്റിൻ ചേറ്റൂർ, വാർഡ് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, വ്യാപാരി വ്യവസായി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ജീവിതശൈലി രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരവുമായി PNB വെൽനസ് സെന്റർ മുട്ടത്ത് സിബിഗിരി ചർച്ചിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ PNB വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു.
മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജസ്റ്റിൻ ചേറ്റൂർ, മുട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജോയ് ജോൺ, KA പരീത്, TK മോഹനൻ, KT അഗസ്റ്റിൻ, മനോജ് ചെമ്പൻപുരിയിടം, മുട്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അരുൺ പൂച്ചക്കുഴി, ഷേർലി അഗസ്റ്റിൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പി, ന്യൂറോളജിക്കൽ ഫിസിയോതെറാപ്പി, കാർഡിയോ റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി, സ്പോർട്സ് ഫിസിയോതെറാപ്പി, പീഡിയാട്രിക് ഫിസിയോതെറാപ്പി, യോഗ ആൻഡ് മെഡിറ്റേഷൻ, വെയ്റ്റ് മാനേജ്മെന്റ്, പെയിൻ മാനേജ്മെന്റ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ്, ഹൈഡ്രോതെറാപ്പി, സ്റ്റീം ബാത്ത്, ഫാമിലി കൗൺസിലിംഗ്, സ്റ്റുഡൻസ് കൗൺസിലിംഗ്, സൈക്കോ എഡ്യൂക്കേഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ, സ്പെഷ്യലൈസ്ഡ് ഇൻ ട്രോമ ഹീലിംഗ്, ത്രൂ ഇമോഷണൽ, ഫ്രീഡം ടെക്നിക് തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. കൂടാതെ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഫിസിയോതെറാപ്പിസ്റ്റുകളുടെയും സൈക്കോളജിസ്റ്റുകളുടെയും മസാജ് തെറാപ്പിസ്റ്റുകളുടെയും സേവനവും ഇവിടെ ലഭ്യമാണ്. BP, കൊളസ്ട്രോൾ, ഡയബറ്റിക്സ് തുടങ്ങിയവയ്ക്ക് സ്പെഷ്യൽ സെക്ഷനിലൂടെ മരുന്നുകളുടെ പാർശ്വഫലങ്ങളില്ലാതെ പരിപൂർണ മോചനം PNB വെൽനസ് സെന്ററിലൂടെ സാധ്യമാകും. സ്ത്രീകൾക്കും കൗമാരക്കാർക്കുമായി പ്രത്യേക വിഭാഗം യോഗ ക്ലാസുകളും ഇവിടെയുണ്ട്. കുട്ടികൾക്കായുള്ള അവധിക്കാല യോഗ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നതായും സ്ഥാപനത്തിന്റെ ഉടമസ്ഥരായ പ്രസാദ് ജോസഫ്, ബെറ്റ്സി പ്രസാദ് എന്നിവർ അറിയിച്ചു. വികോഡ് എഡ്യൂടെക്കിൽ കുട്ടികൾക്കായി അവധിക്കാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിംഗ് ക്ലാസുകൾ ആരംഭിച്ചു. 10 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. തൊടുപുഴയിലെ വികോഡിന്റെ കോലാനി ഓഫീസിലും പുറത്തുള്ളവർക്ക് ഓൺലൈനായും പഠിക്കാനുള്ള സൗകര്യം കമ്പനി സജ്ജമാക്കിയിട്ടുണ്ട്. ആദ്യത്തെ 50 വിദ്യാർത്ഥികൾക്ക് 50% ഫീസ് ഇളവും ഉണ്ടായിരിക്കുന്നതാണെന്നും മാനേജ്മെന്റ് അറിയിച്ചു. കുട്ടികളുടെ അവധിക്കാലം ക്രിയാത്മകമാക്കുവാനും ഭാവിയുടെ സാങ്കേതിക വിദ്യ ഇന്ന് പഠിക്കുവാനുമായി വികോഡ് എഡ്യൂടെക് തൊടുപുഴയിൽ അവധിക്കാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിംഗ് ക്ലാസുകൾ ആരംഭിച്ചു. 10 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാം. വർഷങ്ങളായി IT ടെക്നോളജി രംഗത്ത് പ്രവർത്തന പരിചയമുള്ള വികോഡ് ഇൻഫോടെക്കിന്റെ വിദഗ്ധർ നേതൃത്വം കൊടുക്കും. നൂതനമായ AI ടൂളുകൾ ഉപയോഗിച്ച് അത്യാകർഷകമായ കാർട്ടൂൺ സ്റ്റോറി വീഡിയോകൾ ഉണ്ടാക്കുവാനുള്ള കഴിവ് കുട്ടികൾക്ക് ഒരേ സമയം വിജ്ഞാനത്തിനും വിനോദത്തിനും അവസരം നൽകുന്നു. തൊടുപുഴയിലെ വികോഡിന്റെ കോലാനി ഓഫീസിലും പുറത്തുള്ളവർക്ക് ഓൺലൈനായി പഠിക്കാനുള്ള സൗകര്യം കമ്പനി സജ്ജമാക്കിയിട്ടുണ്ട്. ആദ്യത്തെ 50 വിദ്യാർത്ഥികൾക്ക് 50% ഫീസ് ഇളവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. Welcome to our AI vacation. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീരാമനവമി രാമോത്സവം സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേന്ദ്രീകരിച്ച് നടത്തിയ ശോഭയാത്രയിലും യോഗത്തിലും ധാരാളം ഭക്തർ പങ്കെടുത്തു. കുട്ടികളുടെ ശ്രീരാമ, സീത, ഹനുമാൻ, ലവകുശ, ഭാരത് മാതാ വേഷങ്ങൾ ശോഭയാത്രയെ ശ്രദ്ധേയമാക്കി.
തുടർന്ന് ജില്ലാ പ്രസിഡന്റ് ബിജു കൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഉദ്ഘാടനം ചെയ്തു. വിശ്വ ഹിന്ദു പരിഷത്ത് തൊടുപുഴ ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ശ്രീരാമ ഭഗവാന്റെ ജന്മദിനം രാമനവമി രാമോത്സവമായി സംഘടിപ്പിച്ചത്. രാവിലെ 10 മണിയോടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേന്ദ്രീകരിച്ച് നഗരം ചുറ്റി നടത്തിയ ശോഭയാത്രയിലും യോഗത്തിലും ധാരാളം ശ്രീരാമ ഭക്തർ പങ്കെടുത്തു. കുട്ടികളെ ശ്രീരാമ, സീത, ഹനുമാൻ, ലവകുശ, ഭാരത് മാത തുടങ്ങിയ വേഷങ്ങൾ ശോഭയാത്രയെ ശ്രദ്ധേയമാക്കി. തുടർന്ന് ക്ഷേത്രാങ്കണ വേദിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജില്ലാ പ്രസിഡന്റ് ബിജു കൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഉദ്ഘാടനം ചെയ്തു. കാലത്ത് ഹിന്ദു ധർമ്മത്തിലുണ്ടായിരുന്നു അതാത് കാലത്തുള്ള ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ ആ അധർമ്മത്തെ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ അനാചാരങ്ങളെ ഇല്ലാതാക്കാനുള്ള തന്റെ ഇടം കാണിച്ചിട്ടുണ്ട്. ആ തന്റെ ഇടമാണ് ഹിന്ദുമതത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. VHP ജില്ലാ രക്ഷാധികാരി മുണ്ടമറ്റം രാധാകൃഷ്ണൻ, സെക്രട്ടറി VB പ്രശാന്ത്, ഖജാൻജി ലളിത ശ്രീകുമാർ, വിഭാഗ് സംഘടനാ സെക്രട്ടറി KP പ്രഭാകരൻ, മാതൃശക്തി വിഭാഗ് സംയോജിക ശാരദാമ്മ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപി പഴുക്കാകുളം തുടങ്ങിയവർ പ്രസംഗിച്ചു. ദുർഗാവാഹിനി ജില്ലാ സംയോജിക K മഞ്ജുള ഗാനം ആലപിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം S ശ്രീകുമാർ, സ്വാമിനി സ്വയം പ്രഭാനന്ദമയി എന്നിവർ ചേർന്ന് മംഗളാരതി ഒഴിഞ്ഞു. തുടർന്ന് ലഡു വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉണ്ടപ്ലാവ് ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഉണ്ടപ്ലാവ് ക്രിക്കറ്റ് ലീഗ് സീസൺ 4 സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ഒന്നിക്കാം എന്ന സന്ദേശം ഉയർത്തിയാണ് ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചത്. മത്സരങ്ങൾ തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ NS റോയി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ മുഖ്യാതിഥിയായിരുന്നു. ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് നിയാസ്, സെക്രട്ടറി നിസാമുദ്ദീൻ ഷാജി, ട്രഷറർ US ഫാഹിദ്, KV ഹംസ, നിസാമുദ്ദീൻ, നിഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ NS റോയിക്ക് ക്ലബ് അംഗങ്ങൾ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ആദ്യ മത്സരത്തിൽ ഇടുക്കി പ്രസ് ക്ലബ് ടീമും പോലീസ് ടീമും ഏറ്റുമുട്ടി. മത്സരത്തിൽ പോലീസ് ടീം വിജയിച്ചു. ഇത്തരം മത്സരങ്ങളിലൂടെ അത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നതായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വലിയൊരു വിജയമാകട്ടെ. വലിയൊരു മത്സരത്തിനല്ല, ഒരു സൗഹൃദ മത്സരത്തിലൂടെ നമ്മളെല്ലാവരും ഈ ഒരു പോരാട്ടത്തിൽ അണിചേരുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഉള്ളത്. അത് വലിയൊരു വിജയത്തിലേക്ക് നീങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. ലക്കി സ്റ്റാർ ക്ലബിന് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് UDF വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നടത്തി. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഒളമറ്റം പെരുക്കോണി റെസിഡൻസ് അസോസിയേഷനും കേരള പോലീസ് എക്സൈസ് വകുപ്പുകളും സംയുക്തമായി ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി 2-വീലർ റാലി സംഘടിപ്പിച്ചു. ന്യൂമാൻ കോളേജ് NCC ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യു റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ആയുർവേദത്തിന്റെ കരുത്തിൽ സിബിച്ചിനും വാജ്യസിനും പുതുജീവിതം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.